എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾ സ്വീറ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാറുള്ള കുഞ്ഞു കുഞ്ഞു ബിസ്ക്കറ്റ്സ് ഇല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റ്സ് അതാണ് കേട്ടോ. നമ്മൾ ഇത് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താനേ തോന്നില്ല, അത് അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, എല്ലാവരും വീട്ടിലുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായി തുടങ്ങാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എപ്പോഴും 2:1 റേഷ്യോ ആണ് വേണ്ടത്. മൈദ 2 കപ്പ് എടുക്കുകയാണെങ്കിൽ പഞ്ചസാര 1 കപ്പ്. ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിലാണ് മധുരം ശരിയായിട്ട് ഉണ്ടാവുക. പിന്നെ വേണ്ടത് 1 നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ എടുക്കുന്നത് 1/2 കപ്പ് പാലാണ്. നിങ്ങൾക്ക് പാലിന് പകരമായിട്ട് വെള്ളവും ചേർക്കാം കേട്ടോ. അപ്പോൾ പാല് ചേർക്കണ സമയത്ത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അത് ചേർക്കണത്. അപ്പോൾ നമ്മൾ ഇത് കുഴയ്ക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ടുള്ള മാവാക്കി വേണം കുഴച്ചെടുക്കാനായിട്ട്, എന്നാൽ സോഫ്റ്റ് ആയിരിക്കും വേണം. പാല് നമ്മൾ ഒറ്റയടിക്ക് ചേർക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഓരോ മൈദയിൽ വെള്ളവും പാലൊക്കെ വലിച്ചെടുക്കണതിൻ്റെ അളവ് ഓരോ പോലെയാണല്ലോ. അപ്പോൾ എനിക്ക് 1/2 കപ്പ് വേണ്ടി വന്നു. നിങ്ങൾക്ക് ഇതിലും ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരാം, അല്ലെങ്കിൽ ഇതിലും കുറവ് വരാം. അതൊക്കെ നിങ്ങളുടെ മൈദയുടെ രീതിക്കനുസരിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ സമയം അടച്ചു വെക്കണം, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോവും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ തുറക്കുകയാണ്. അതിന് ശേഷം ഞാനിവിടെ കൗണ്ടർ ടോപ്പ് വൃത്തിയായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മൈദ കൂടെ ഡസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് പരത്തിയെടുക്കണ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് തിന്നാവരുത്. നമ്മൾ ചെറിയ സ്ക്വയേഴ്സായിട്ടാണ് ഇതിൻ്റെ ഷേപ്പ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ നേരത്തെ ഡോ ആക്കി വെച്ചതെന്ന് 2 ഉരുളകളാണ് ആക്കിയത് കേട്ടോ. ഇന്ന് ആദ്യത്തെ ഉരുള നമ്മൾ ഇതങ്ങനെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ സ്ക്വയേഴ്സായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഇത് ചെയ്യണ സമയത്ത് ഏതാ ഓർമ്മ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്ത ചീസ് ലിങ്സിൻ്റെ ഒരു സ്നാക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആട്ടോ അതും കഴിക്കാനായിട്ട്. അത് കാണാത്തവർ അത് ഉണ്ടാക്കി നോക്കുക. നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ മൊണാക്കോ ചീസ് ലിങ്സൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല, അതേ സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്യണ സമയത്ത് എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്ത പോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് കാണിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാവാനായിട്ട്. ഒരുപാട് തിന്നാവരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എണ്ണ ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിടണം. ലോ ഫ്ലെയിമിലിട്ട ശേഷം നമുക്കിവിടെ ഓരോ ബിസ്ക്കറ്റായിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് നേരം എടുക്കും കേട്ടോ ഒരു ബാച്ചിൽ നിന്ന് അടുത്ത ബാച്ച് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ തീരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്ത് 2 വശവും ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞ് എടുക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിനാണ് വീണ്ടും പറയണേ, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ വശവും ഒരേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, എന്നാലേ ഈവൺ ആയിട്ടുള്ള ആ ഒരു ഗോൾഡൻ ബ്രൗൺ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇത്രത്തോളം കളർ വന്നാൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളർ വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിർത്തണമാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണ മൈദ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ,
നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചൂടോടെ എടുത്ത ഉടനെ നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും അത് ശരിയായിട്ടുണ്ടാവില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, നന്നായിട്ട് ആറിക്കഴിഞ്ഞ ശേഷം കഴിച്ചു നോക്കൂ. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് അടുത്ത ബാച്ച് ഇടുകയാണ്. അപ്പോൾ എല്ലാ ബാച്ചും നമുക്ക് ഇതുപോലെ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ബിസ്ക്കറ്റ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിക്കാനൊന്നും കിട്ടില്ല, അത്ര ക്രിസ്പിയാണ്. അപ്പോൾ ഒന്ന് കഴിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, അതിൻ്റെ അകത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. വല്ലപ്പോഴും ഈ ബിസ്ക്കറ്റ് കഴിക്കണമെങ്കിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.